ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തപ്പി കമലയിടത്തിയെ മുറി വരെ ചെന്നു നമ്മുടെ ചേച്ചി. കാല് വയ്യാതിരുന്നിട്ടും ചെല്ലാതിരിക്കാൻ സാധിച്ചില്ല. കമലയിടത്തി എന്ന് വിളിച്ചപ്പോഴത്തേക്കും വൈജേ എന്നും പറഞ്ഞങ്ങ് എഴുന്നേറ്റു കേട്ടോ. കമലയിടത്തിക്ക് എന്നാ പറ്റി? പനിക്കാണെന്ന് തോന്നുന്നു, ദേഹത്തിനൊക്കെ ആകെ നൊമ്പരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു വൈജ. അതാ ഞാനും ആലോചിക്കുന്നതെന്ന് കമല. എനിക്കിവിടെ സെർവൻ്റ് ഒന്നും ഇല്ല, അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് വെക്കാതിരുന്നത്. അമ്മയുടെ കാര്യത്തിൽ എന്നാ ചെയ്യും എന്ന് ചോദിച്ചപ്പം റസ്ക്കും ബിസ്ക്കറ്റും ഒക്കെ ഇരിപ്പുണ്ട്, ഒരു കാപ്പി ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളവരോ? ബാക്കി ആരാ? നമ്മൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ. മനു ഉണ്ടല്ലോ, അവൻ പുറത്ത് എവിടെയെങ്കിലും പോയി കഴിച്ചോളൂ എന്ന് കമല. നിന്റെ കാര്യം കഷ്ടമല്ലേ? അതെ എന്നും പറഞ്ഞിട്ട് അവിടെ അഹങ്കാരത്തോടു കൂടി തന്നെ വൈദ്യ സംസാരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം നല്ലതാണെന്ന് ഗാന്ധിജി പോലും പറഞ്ഞിട്ടുണ്ടെന്ന് കമല. ഇന്ന് നമുക്ക് ഉപവസിക്കാം. അപ്പം കമലടത്തി ഉപവസിച്ചോ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് വൈജ. അതും പറഞ്ഞു വൈജ അവിടുന്ന് അങ്ങോട്ട് ചട്ടി അങ്ങ് പോവുകയാണ്. കമല ഇതൊക്കെ കണ്ട് അങ്ങനെ ചിരിച്ചോണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. വൈജ അവിടെ നിന്ന് അങ്ങ് പോയി. വൈജയ്ക്ക് കാര്യവും മനസ്സിലായി. അങ്ങനെയാണ് വൈജ പോകുന്നത്. വാതിലും അടച്ച് ചേച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഇപ്പം ഞാൻ ഉണ്ടാക്കി കൊടുത്ത സുഖിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അവിടെ നമ്മുടെ കമല. തൊട്ട് പുറകെ നമ്മുടെ മനു കയറി വന്നപ്പോഴും അമ്മ ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ മനുവിന് കാര്യം മനസ്സിലായി. അമ്മ എന്നാ കിടപ്പിലായോ, എന്നാ പറ്റി എന്ന് മനു ചോദിച്ചു. അപ്പോൾ എനിക്ക് വല്ലതും പറ്റിയ അന്വേഷിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അപ്പം ഞാനിപ്പോൾ അന്വേഷിച്ചില്ല അമ്മ, എനിക്ക് ഭയങ്കര നടുവേദന, എനിക്ക് വയ്യ. അപ്പോൾ രാവിലെ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പവും കണ്ടില്ലല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയതെന്ന് കമല മനുവിനോട് പറയുവാണ്. എനിക്കിതൊരുമാതിരി സ്ട്രൈക്ക് പോലെയാണ് തോന്നണേ. എന്ത് സ്ട്രൈക്ക്? അല്ല, ഞാനിങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് ഉണ്ടാക്കിയിട്ട് ഒരുത്തിയും തിന്ന് സുഖിക്കണ്ട എന്നുള്ളൊരു അപ്പോഴത്തേക്കും കമല ചാടി എഴുന്നേറ്റിട്ട് നിനക്കത് മനസ്സിലായല്ലേ, അത് തന്നെയാ സംഗതി, വേറെ ഒന്നുമല്ല. എന്നാത്തിന് അമ്മയെ കുശുമ്പും കുന്നായ്മയും ഉണ്ടാക്കിയിരിക്കുന്നത്? എന്നാണെങ്കിലും അമ്മ തന്നെ ഈ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഒരാൾക്ക് കൂടി കുക്ക് ചെയ്യാൻ എക്സ്ട്രാ എഫേർട്ട് വല്ലതും വേണം. ഇത് അവൾക്കും ആവാലോ. ഒരു ദിവസം എടുത്ത് അടുക്കളയിൽ കയറി കുക്ക് ചെയ്താലേ അവളുടെ വല്ലതും തേഞ്ഞു പോകുമോ എന്ന് കമല ചോദിക്കാം. 3 നേരം ഇരുന്ന് ഞണ്ണുന്നുണ്ടല്ലോ, ഇത് എവിടുന്ന് കൊണ്ടുവരുന്നു, ആരുണ്ടാക്കുന്നു, ഇതൊന്നും അറിയേണ്ട കാര്യം അവൾക്ക് ഇല്ലല്ലോ എന്ന് കമല. നമുക്ക് എന്താ അത്യാവശ്യമാണ് അവളെ കൂട്ടാഞ്ഞിട്ട്? അന്നേരം അമ്മേ, ആൻറ്റി മാനസികമായിട്ട് ആകെ ഡെസ്പായിട്ട് വന്നിരിക്കുന്ന ഒരാളല്ലേ അമ്മേ. ഹസ്ബൻഡിന് വേണ്ട, മക്കളാരും കൂടെ നിൽക്കാൻ തയ്യാറുമല്ല. അപ്പോൾ പിന്നെ നമ്മളെങ്കിലും ഒരിത് കാണിക്കണ്ടേ? ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് ശരിക്കും നടക്കാറ് പോലും ആയിട്ടില്ല. അതിനെല്ലാം പുറമെ ഒരു വീട്ടുജോലിക്കാർ വീട് കൈയടക്കി എന്നുള്ളൊരു തെറ്റിദ്ധാരണയും. അപ്പോൾ ആരുടെ കുറ്റം? അവളുടെ കയ്യിലിരിപ്പോണ്ടല്ലേ, പാതിരാത്രി വീട്ടിൽ നിന്ന് ചാടിപ്പോയിട്ടല്ലേ ആക്സിഡൻ്റൊക്കെ ഉണ്ടായത് അല്ലേ? അല്ലാണ്ട് ആരെങ്കിലും വരുത്തി വെച്ചതാണോ? മക്കളെന്നാ കൂടെ നിൽക്കാത്ത? അവളുടെ സ്വഭാവ ഗുണം കൊണ്ടല്ലേ. എനിക്കിതൊന്നും താങ്ങേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് കമല മനുവിനോട് പറഞ്ഞു. അപ്പം ഞാനും പട്ടിണിയാവുമല്ലോ അമ്മേ. അപ്പോൾ ഈ ഒരു സമരം കാരണം നീ പുറത്തു പോയി വല്ലതും കഴിക്കുക. അപ്പോൾ മുത്തശ്ശിയുടെ കാര്യം എങ്ങനെയാ? റസ്കും ബിസ്ക്കറ്റൊക്കെ ഇരിപ്പുണ്ട്, ഒരു നേരം അതൊക്കെ മതി എന്ന് കമല അന്നേരത്തേക്ക് മനുവിനോട് പറഞ്ഞു. അപ്പം ഇന്ന് ഇവിടെ ചോറില്ല എന്ന് സാരം. വേണമെങ്കിൽ അവൾ വയ്ക്കട്ടെ, അടുക്കളയുണ്ട്, സ്റ്റൗ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, അരി ഉൾപ്പെടെ സകല സാധനങ്ങളും അടുക്കളയിൽ ഇരിപ്പുണ്ട്. ഒരു ദിവസം അങ്ങോട്ട് ഉണ്ടാക്കട്ടെടാ. ആൻറ്റിക്ക് അമ്മയുടെ അടുക്കള അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും പരിചയമില്ലല്ലോ എന്ന് മനു പറയുമ്പം, എടാ മോനെ മനു, വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കും. ഒരു ദിവസം എനിക്ക് സുഖമില്ല എന്ന് അറിയുമ്പം അവൾ എന്നതാ ചെയ്യണ്ടേ? സാരമില്ല കമലടത്തി, ഞാൻ നോക്കിക്കോളാം എന്നല്ലേ പറയേണ്ടത്. അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റും ചോറും കറികളും ഒക്കെ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. അങ്ങനെയല്ലേ സാമാന്യ മര്യാദയുള്ളവളാണെങ്കിൽ ചെയ്യേണ്ടത്. അമ്മേ, ഇത് അമ്മയുടെ സമരമുറയാണെന്ന് ആൻറ്റിക്ക് മനസ്സിലായി കാണുമെന്ന് പറയുമ്പം അവളും മനസ്സിലാക്കിക്കോട്ടെടാ, എന്നിട്ട് മാറിയിരുന്ന് വായു ഭക്ഷിക്കട്ടെ. എന്നോടാ അവളുടെ കളി, ഞാനേ പഠിപ്പിച്ച് കൊടുക്കാമെന്ന് കമല പറയുമ്പം ശരി ആയിക്കോട്ടെ, നിങ്ങൾ തമ്മിലുള്ള അംഗം അതങ്ങനെ എന്ന് വെച്ച് നടക്കട്ടെ, ഞാനും അച്ഛനൊക്കെ ബിരിയാണി കഴിച്ചോളാമെന്നും പറഞ്ഞു മനു പോകുമ്പം, ഇപ്പോൾ വേടാ മനു, അതെ എനിക്കും കൂടി ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വാടാന്ന് പറഞ്ഞു കമല. എന്തോന്നു ബിരിയാണിയേ? അപ്പോൾ മനു ഇങ്ങനെ നോക്കുക എന്ന് പറഞ്ഞൊരു ചിരിയും ചിരിച്ച് മനു അങ്ങ് പോയി. പിന്നെ കാണിക്കാൻ നമ്മുടെ ബാലേട്ടനെ കേട്ടോ. ബാലേട്ടൻ പോകാനായിട്ട് റെഡിയായി, എല്ലാം സെറ്റ് ചെയ്തു, സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. അങ്ങനത്തെ എല്ലാം സെറ്റാക്കി അവിടെ നിന്ന് ഇറങ്ങി. മക്കളെല്ലാവരും കൂടി വന്നിങ്ങനെ നിൽക്കുവാണ്. അപ്പം മരുന്നെടുത്തായിരുന്നു അച്ഛാ എന്നിങ്ങനെ ചോദിച്ചു അലീന. എടുത്തു എന്ന് പറഞ്ഞു. മൊബൈലിൽ ചാർജർ എടുത്തു. എല്ലാം അങ്ങനെ ഓരോന്നും എടുത്തോന്ന് എല്ലാവരും മാറി ചോദിക്കുക. അപ്പോഴേക്ക് രോഹിത് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു.
രോഹിത്തെ അച്ഛൻ്റെ പെട്ടി എടുത്ത് വണ്ടിയിലേക്ക് വെച്ച് കൊടുക്കാൻ പറയുമ്പം പിന്നെ ഈ കുഞ്ഞി പെട്ടി എടുത്ത് വണ്ടിയിൽ വെക്കാൻ എനിക്ക് ഇവരെ സഹായം വേണമെന്ന്. അതെ, മക്കളെല്ലാവരും കൂടി എന്നെ അങ്ങ് രോഗിയാക്കല്ലേ, എന്നാൽ പിന്നെ കൊണ്ടുവച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. സഹായിക്കാത്ത ഒരാൾ പറയുമ്പോൾ പല്ല് കടിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത്ത് ഇതും കൊണ്ട് വരുന്ന കുറവ് അങ്ങ് സഹിച്ചോളാനും രോഹിത്ത് പറയുക, ഇതാരാ നിന്റെ ബോഡി ഗാർഡോ അതോ ഗുണ്ടയോ, അപ്പോൾ ഏത് റോളും അവൻ ചെയ്യുമെന്ന് നമ്മുടെ അലീന. അത് ശരിയാ, ഇത്രയും കാലം വിഷമായിരുന്നേ, ഇപ്പോൾ ഒന്ന് മെച്ചപ്പെട്ട് വരുന്നതാണ് നമ്മുടെ കൃഷ്ണമോള് പറയുക. അപ്പോഴേക്കും രോഹി അത് കൊണ്ടുവന്ന് വണ്ടിയിലേക്ക് വെച്ചു. പിന്നെ ഇനി എന്നാ കൊടുക്കാനൊക്കെ മറന്നുപോയിട്ടുള്ള എന്ന് ചോദിക്കുമ്പം എൻ്റെ എല്ലാ കൂട്ടങ്ങളും എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് തന്നെ ബാക്കി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്ന് അലീന ഇങ്ങനെ ചോദിക്കുമ്പം എൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു ബബിത. നിങ്ങൾ പെട്ടെന്ന് 15 മിനിറ്റ് തീരുന്ന പാക്കിംഗ് ആണെങ്കിൽ ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് വിടാം എന്ന് പറഞ്ഞു. വേണ്ട അച്ഛാ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അലീന. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവരെങ്ങനെ നിൽക്കുമ്പോൾ, ഇടാ കാശ് തന്നത് സൂക്ഷിച്ച് ഉപയോഗിച്ചോളണം, ഇവരെ ഒരു കേടും പറ്റാതെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിൻ്റേതാണ് എന്നിങ്ങനെ രോഹിത്തിനോട് നമ്മുടെ ബാലേട്ടൻ പറയുമ്പോൾ, കേട് വരാൻ ഞങ്ങളെന്താ വെച്ചാൽ വല്ല പഴമോ മറ്റോ ആണോ എന്ന് കൃഷ്ണ കയറി ചോദിച്ചു. ആണ്ടെ ഇവളെ പ്രത്യേകിച്ച് സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ഇറങ്ങിക്കോ, വേഗം വിട്ടോളാൻ പറഞ്ഞു കൃഷ്ണയെ. വിടടി വച്ചേന്നും പറഞ്ഞു ബാലേട്ടൻ ഉന്തി തള്ളി കൊണ്ടുവന്ന് വണ്ടിയുടെ അരക്കി കൊണ്ട് നിർത്തിയേക്കാം ബാലേട്ടൻ. ഇത് എന്തോന്നാടി നീ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതെന്ന് ബാലേട്ടൻ അന്നേരം ചോദിച്ചു. അപ്പോൾ അതെ ഞാൻ ആദ്യമായിട്ടാണ് ഇവർക്ക് അറിയാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് ഞാനോ വൈജു ഇല്ലാതെ ഇവരെ പറഞ്ഞു വയ്ക്കുന്നതെന്ന് ബാലേട്ടൻ അലീനയോട് പറഞ്ഞു. ഇവരെ സൂക്ഷിക്കണം, നോക്കണം എന്നൊന്നും നിൻ്റെ അടുത്ത് പറയേണ്ട കാര്യം ഇല്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയാം, സൂക്ഷിക്കണം. അച്ഛനൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അച്ഛൻ്റെ പോക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പോകുന്ന കാര്യം അച്ഛൻ ഉദ്ദേശിക്കുന്നത് പോലെ നടത്തിയിട്ട് വായോ എന്ന് അലീന പറയുമ്പോൾ അച്ഛൻ മക്കളെയൊക്കെ ഇങ്ങനെ നോക്കി, പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് ബാലേട്ടൻ ഇങ്ങനെ പോണു. മക്കൾ ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അങ്ങനെ അവർ പോയി. ഇത് കഴിഞ്ഞ് അലീന ഫുഡും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു ഇവർക്ക് കഴിക്കാനൊക്കെ ഉള്ളത്. അപ്പോഴത്തേക്കും ബബിത രോഹിത്തിനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, വന്ന് ഇങ്ങോട്ട് വാ, സമയം പോകും എന്നും പറഞ്ഞ് വിളിക്കുവാണ്. എത്ര നേരം കൊണ്ടാണ് ഞാൻ വിളിക്കണേ എന്നും പറഞ്ഞു ബബിത. അപ്പോഴേക്കും കൈ കഴുകി എല്ലാവരും വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇവരും പോകാം ഭയങ്കര ധൃതി. അപ്പോൾ എപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങും എന്ന് രോഹിത്ത് ചോദിക്കുമ്പോൾ, ഫുഡ് കഴിച്ച ഉടനെ നമുക്ക് വിട്ടേക്കാവുന്ന അലീന. എവിടെ പോകുമെന്ന് അച്ഛൻ അലീന ചേച്ചിയോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പം അതുമാത്രം രഹസ്യമാക്കി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് ഒരു ഐഡിയ ഇല്ലേ എന്ന് ചോദിച്ചു ബബിതയെ. ഞാൻ പല സംഗതികളും ആലോചിച്ച് നോക്കിയതാ, ഒരെത്തും പിടി അങ്ങോട്ടേക്ക് കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പം ചേച്ചിയെ ഇവിടെ നിന്ന് സുരക്ഷിതമായിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റാനുള്ള യാത്രയാണെങ്കിലോ ഇത് ഇന്ന് രോഹിത് അന്നേരം ചോദിക്കുമ്പം അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് എന്ന് അലീന അന്നേരം പറഞ്ഞു. അപ്പോൾ വല്ല കാര്യം ഉണ്ടായിരുന്നോ, ചേച്ചി തന്നെയാണ് ഇതെല്ലാം വരുത്തി വെച്ചതെന്നും പോകുകയെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ എന്ന് ബബിത ചോദിക്കുമ്പം അത് ശരിയാ, പക്ഷെ പോകാതിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ലല്ലോ മോളെ, വൈജയന്തി മേഡം തിരിച്ചു വരണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് ദിവസം കൂടി അമ്മ കൊല്ലപ്പള്ളിയിൽ താമസിക്കട്ടെ, കമലാന്റിയുടെ തനിനിറം കണ്ടു തുടങ്ങുമ്പം താനെ അവിടെ നിന്ന് ഇറങ്ങിക്കോളൂ എന്ന് കൃഷ്ണ പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയാലും ഇങ്ങോട്ട് വരത്തില്ലല്ലോ എന്ന് പറയാം, വാടക വീട്ടിലോട്ട് പോവും അമ്മ ഒറ്റയ്ക്ക് എന്ന് ബബിത ചോദിച്ചു. തനിയൊരു വീട്ടിൽ എങ്ങനെ താമസിക്കും, ഒരു മനുഷ്യജീവി പോലും കൂട്ടിനില്ലാതെ ആ വീട്ടിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പേടിപ്പിച്ചാലോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പം, മേഡം ഒരു ഹോം നേഴ്സിനെ കൂടെ താമസിപ്പിക്കും, അല്ലെങ്കിൽ ഒരു സെർവൻറ്റ്. ചേച്ചിയാണോ അമ്മയ്ക്ക് വഴി കണ്ടുപിടിച്ച് കൊടുക്കുന്നത്, അമ്മ എന്നതാന്ന് വെച്ചാൽ ചെയ്യട്ടെ. അപ്പം ശരി, അതൊക്കെ വിട്ടേക്കാം, നമുക്ക് പോണ്ടേ, എല്ലാവരും വേഗം ഒന്ന് കഴിച്ച് പോകാൻ നോക്കിക്കേന്ന് പറഞ്ഞു കൃഷ്ണ. സോറി അലീന കൃഷ്ണയോടും അവരോട് എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ നമ്മൾ എങ്ങനെ പോകുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ എങ്ങനെ പോകുമെന്നുള്ള ചോദ്യത്തിന് നമുക്ക് ബസ്സിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എന്ന് ചോദിച്ചപ്പം, നമുക്കവിടെ ചെന്നിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. കൊല്ലത്ത് പോകാം, എറണാകുളത്ത് പോകാം, ബീച്ചിൽ പോകാം, മറൈൻ ഡ്രൈവിൽ പോകാം, ബോട്ടിൽ പോവാം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാമെന്ന് അലീന പറയുന്നു. അപ്പോൾ എന്നെ ഒഴിവാക്കിയേക്കണേന്ന് ഞാൻ വരുന്നില്ല എന്നും രോഹിത്ത് പറയുമ്പം, നിനക്കെന്നെ വന്നാൽ അത് നിങ്ങൾ തന്നെ 3 പേര് പെൺകുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ അത് 4 ആകും. എനിക്കൊരു കമ്പനിയൊന്നും ഇല്ല എന്ന് നമ്മുടെ രോഹിത്ത് പറയുമ്പം, നിനക്ക് കമ്പനിയൊക്കെ സെറ്റാക്കി തരാം, മാമച്ചനങ്ങളും നല്ല കമ്പനിയാടാ, വേണ്ട ഞാൻ വന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു രോഹിത്ത്. എന്താ രോഹിത്ത് നിൻ്റെ പ്രശ്നം? അപ്പോഴത്തേക്കും രോഹിത്തിന് വിഷമമായി. എനിക്കിപ്പോൾ എല്ലാം അറിയാമല്ലോ, എൻ്റെ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞിട്ടില്ലേ അവരോട് എൻ്റെ കാര്യങ്ങളെല്ലാം, അതുകൂടാതെ അവർ TV കാണുകയും ന്യൂസ് പേപ്പർ വായിക്കുകയൊക്കെ ചെയ്യുന്നവരല്ലേ എന്നൊക്കെ രോഹിത്ത് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്ക് 3 പേർക്കും സങ്കടമായിട്ടോ. അപ്പോൾ അലീന, നിൻ്റെ ഈ ചമ്മലുണ്ടല്ലോ അത് മാറ്റാനും കൂടെ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന കാര്യം അലീന രോഹിത്തിനോട് പറയുക. നീ എല്ലാവരുമായിട്ട് ഇടപഴകണം, നിന്നെ എല്ലാവരും വേറൊരു കണ്ണിൽ കൂടിയാണ് കാണുന്നത് എന്നുള്ളൊരു തോന്നൽ തന്നെ നീ ആദ്യം മാറ്റിയെടുക്കണമെന്ന് പറയും. അതൊക്കെ പതുക്കെ മാറിക്കോളും ചേച്ചി, കോഴിക്ക് തീറ്റയിട്ട് കൊടുക്കുന്നത് പോലെ എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കല്ലേ എന്ന്
രോഹിത് അലീനയോട് പറയുമ്പം മറ്റുള്ളവരുടെ അടുത്തല്ല, എൻ്റെ അനിയത്തിയുടെയും അവളുടെ വീട്ടുകാരുടെ അടുത്തേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത് എന്ന് അലീന അന്നേരം രോഹിത്തിനോട് പറഞ്ഞു. നീ അത് മനസ്സിലാക്കാനും നീ ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും പോകുന്നില്ല എന്നും അലീന രോഹിത്തിനോട് പറയാട്ടോ. അങ്ങനെ രോഹിത്തിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് ഇവരിങ്ങനെ ഇരിക്കണം. അപ്പതേ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ വരാം എന്ന് അലീനയോട് രോഹിത്ത് പറഞ്ഞു. പക്ഷേ എവിടെയെങ്കിലും മാറിയിരിക്കും, നിങ്ങളുടെ ഡ്രൈവറായിട്ട് വിചാരിച്ചാൽ മതി കേട്ടോ എന്നിങ്ങനെ രോഹിത്ത് പറയുമ്പോൾ ശരി അങ്ങനെ തന്നെ വിചാരിച്ചോളാം, വേഗം കഴിച്ചിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു ഫുഡൊക്കെ കഴിച്ചു പോകാനുള്ള ധൃതി പണിയില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാമച്ചനെയും ഗ്രേസമാൻ്റെ കേട്ടോ. ഇതിനകത്ത് ആരോ വിളിക്കുന്നു കേട്ടു. ഞാൻ വന്നപ്പോഴത്തേക്ക് നിന്ന് പോയെന്ന് പറഞ്ഞ് ഫോൺ കൊണ്ടുവന്ന് കൊടുക്കുക. വീണ്ടും ആ കോള് വന്നു. ആ കോള് വന്നപ്പം ഇങ്ങനെ നോക്കും. അപ്പം ആരാന്ന് നീ നോക്കാൻ പറഞ്ഞു. കണ്ണാടി എടുത്തില്ല എന്ന് ഗ്രേസമാൻ്റെ പറയാണ് മാമച്ചായനോട്. പെട്ടെന്ന് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുക. അപ്പം ഹലോ ആൻറ്റി, അലീനയായിരുന്നോ? എനിക്ക് കണ്ണാടി എടുത്തില്ലെങ്കിൽ വായിക്കാൻ പാടാ എന്നിങ്ങനെ നമ്മുടെ ഗ്രേസമാരി പറയാട്ടോ. അപ്പം അലീന ഞാൻ തന്നെ ആൻറ്റി ബിസി ആയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എവിടെയാ ബിസി, നീ പറഞ്ഞ മോളെ. അപ്പം ആൻറ്റി ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നോ? സുഖം തന്നെ, സുഖമായിട്ടിരിക്കുന്നു. അവിടെ അടുത്ത ദിവസം ഗസ്റ്റുകൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അലീന ചോദിച്ചപ്പം ഇല്ല. എന്താ മോളെ കാര്യം? അത് ഞങ്ങൾക്കൊരാഗ്രഹമേ, അവിടെ വന്ന് അങ്കിളിൻ്റെ ആൻറ്റിയുടെയും കൂടെ 2 ദിവസം ഒന്ന് താമസിക്കണമെന്ന്. അപ്പോഴേക്കും ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ ആൻറ്റിക്കും അങ്കിളിനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുതല്ലോ. അപ്പോൾ ഇത്ര ഫോർമാലിറ്റിയൊക്കെ വേണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നിനക്ക് തോന്നുമ്പോൾ ഇവിടെ വരാം, തോന്നുമ്പോൾ തിരിച്ചു പോകാം. നിൻ്റെ വീട് പോലെ തന്നെ നിനക്ക് കരുതിക്കൂടെ എന്ന് ഗ്രേസമ്മ ചോദിക്കാം. ഇവിടെ വരാനാന്ന് മാമച്ചായനോട് പറയുമ്പം ഞാൻ ഒറ്റയ്ക്കല്ല ആൻറ്റി വരുന്നേ, അതാ പ്രശ്നം. അപ്പോൾ വേറെ ആരൊക്കെ ഉള്ളത്? ബാലചന്ദ്രമേനുണ്ടോ? വേറെ ആരാ? അപ്പോൾ എൻ്റെ അനിയത്തിമാർ 2 പേരും ബബിതയും കൃഷ്ണയും പിന്നെ രോഹിത്തും ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ 4 പേരും കൂടെ വരാമെന്നാണ് വിചാരിക്കണേ. അതിനെന്താ, എല്ലാവരും കൂടി ഇങ്ങ് പോരെ, ഞങ്ങൾക്ക് അതാണ് കൂടുതൽ സന്തോഷമെന്ന് ഗ്രേസമാൻറ്റി പറഞ്ഞപ്പോൾ. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ പറയണേ എന്ന് അലീന. അത് കേട്ടപ്പം ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല, സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വലിയൊരാഗ്രഹമാണ് എൻ്റെ കൂടപ്പിറപ്പുകളുടെ കൂടെ അവിടെ വരണമെന്നുള്ളതേ. പിന്നെ ഇനി ചിലപ്പോൾ അത് സാധിച്ചില്ലെങ്കിലോ എന്ന് അലീന പറഞ്ഞപ്പോൾ നിനക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ കൂട്ടി ഇങ്ങോട്ട് വരാലോടി മോളെ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ഇനി വരാൻ പറ്റുമെന്ന് തോന്നണില്ല ആൻറ്റി, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് ഇങ്ങനെ അലീന പറഞ്ഞു. അയ്യോടി മോളെ നീ എന്നെ പറയണേ, നീ എങ്ങോട്ട് പോകാൻ, എന്നാ കാര്യം? അതെല്ലാം ഞാൻ അവിടെ വന്നിട്ട് പറയാം. ശരി ശരി. രേവതിക്കുട്ടിയോട് പറഞ്ഞായിരുന്നോ നീ? ഇല്ല ആൻറ്റി, ഞാൻ അവളെ വിളിച്ചോളാമേ, ഞങ്ങൾ ഇന്ന് തന്നെ വരുവേ. ആയിക്കോട്ടെ. അപ്പോൾ ശരി ആൻറ്റി, വെക്കുവാണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ടാറ്റാ എന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ എന്നാ കാര്യമെന്ന് ചോദിച്ചു മാമച്ചായൻ. അപ്പോൾ ഗ്രേസമ്മ കാര്യമെല്ലാം പറഞ്ഞു. അതെന്താ, ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ നമുക്ക്. അവരെങ്ങനെയാണ് വരുന്നത്, ട്രെയിനിലോ ബസ്സിലോ കാറിലോ എങ്ങനെയാണ് വരുന്നത് എന്ന് മാമച്ചായൻ ചോദിക്കുമ്പോൾ അയ്യോ അത് ചോദിക്കാം, ഞാൻ വിട്ടുപോയി മാമച്ചായ. എന്തായാലും 2 ദിവസം ഇവിടെ കാണുമെന്ന് പറഞ്ഞു. വരട്ടെ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു മാമച്ചായൻ ഇങ്ങനെ നിൽക്കുക. പിന്നെ അവർ ധൃതിപ്പെട്ട് പിള്ളേർ വരുന്നതിൻ്റെ ഒരുക്കങ്ങളാണ്. പിന്നെ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ബബിതയും അവരെല്ലാവരും കൂടെ ഡ്രസ്സ് പാക്കിയാണ് കൊണ്ടുപോകാനുള്ളതേ. അപ്പോഴത്തേക്കും കൃഷ്ണ അങ്ങോട്ടേക്ക് വന്നു. എന്നെ അടിയെന്ന് ചോദിച്ചപ്പം ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്നൊരു കൺഫ്യൂഷനേ, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിനെന്നെ ഇത്ര കൺഫ്യൂഷൻ? ബബിതേച്ചി എന്നതൊക്കെ എടുത്തേക്കുന്നേ? ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാം കാണിച്ചു കൊടുക്കുക. ഇനി ക്രീംസ് ആൻഡ് ലോഷൻസും കൂടെ എടുത്തു വെച്ചാൽ ഞാൻ റെഡിയായെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് മതിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇതിപ്പോൾ എത്ര ദിവസം അവിടെ നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി വരുമെന്ന് അറിയത്തില്ലല്ലോ, അത് ചേച്ചിയോട് തന്നെ ചോദിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ റെഡിയായോ എന്നും ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇതേ നമ്മുടെ അലീന വന്നു. പാക്കിങ് കഴിഞ്ഞോ, റെഡിയായോ എന്നും ചോദിച്ചാണ് അലീന വന്നെ. അപ്പോൾ ഇവർ 2 പേരും കൂടി ഇങ്ങനെ എടുത്തു വെച്ചിങ്ങനെ നിൽക്കുക. എല്ലാം എടുത്തൊക്കെ വെച്ചു. ഡ്രസ്സ് എത്ര ദിവസത്തേക്ക് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് ഉള്ളി. ഒരു 3 ദിവസത്തേക്ക് എടുത്തോ, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അവിടെ അവൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് കൂട്ടുന്നു യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും കൊല്ലത്തേക്കൊരു പോക്ക് കാണുമെന്ന കാര്യം പറയാം അലീന. ചിന്നുമോളെ കാണാനേ, അതുമാത്രമേ എനിക്കറിയാവുന്ന പ്ലാൻ, ബാക്കിയെല്ലാം രേവതിക്കുട്ടിയുടെ കയ്യിലാണെന്നും പറഞ്ഞു. അവൾ വഴി തെളിക്കുന്നു, നമ്മൾ പോകുന്നു. അപ്പതേ ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. എന്നാലും ഒരു 3 ദിവസം അങ്ങേയറ്റം. അച്ഛൻ തിരിച്ചെത്തുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചു വരണ്ടേന്ന് ചോദിച്ചു. അത് ശരിയാ, അച്ഛൻ എത്തുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോയി എൻ്റെ പാക്കിങ് ഇപ്പം തന്നെ തീർത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു. കൃഷ്ണ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പം കൃഷ്ണ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബബിതയാണെങ്കിൽ അടുത്ത സാധനങ്ങൾ ഓരോന്നോരോന്ന് എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ റെഡി ആട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ രോഹിത്തിനും കൂടെ ഒന്ന് നോക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞു. രോഹിണി ഇതുവരെ റെഡി ആയില്ലേ എന്ന് ബബിത ചോദിക്കുമ്പം അത് ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അലീനി അങ്ങ് പോവുക. പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലേട്ടനും അതുപോലെ അവർ 2 പേരും കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നീ എന്താ വീട്ടിൽ പറഞ്ഞെന്ന് ബാലേട്ടൻ ഇങ്ങനെ ഗോവർദ്ധനോട് ചോദിക്കുമ്പോൾ ബാലേട്ടൻ വിളിച്ചു, ഞാൻ കൂടെ പോവാണെന്ന് പറഞ്ഞു. എങ്ങോട്ടാ പോകുന്നതെന്ന് മറ്റും നീ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം ഇല്ല പറഞ്ഞില്ല എന്നും പറഞ്ഞു. എത്ര ദിവസം കഴിഞ്ഞ് വരുമെന്ന് നീ പറഞ്ഞോ? 2 ദിവസം ഞാൻ പറഞ്ഞു.
സുലോചന ചോദിച്ചില്ലേ ഇതെന്നെ ഇങ്ങനെ ഒരു യാത്രയെന്ന്. ഇപ്പോൾ ബാലേട്ടനാണ് കൂടെ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ഈ ഗോവർദ്ധൻ പറയാം. അങ്ങനെ ഇവർ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണ് ബാലേട്ടൻ. താൻ വിശ്വസ്തനായതുകൊണ്ടാണ് തന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയത് എന്ന് ബാലേട്ടൻ ഗോവർദ്ധനോട് പറയുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രൈവറെ വിളിച്ചുകൊണ്ട് പോയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം എന്നെ ബാലേട്ടൻ അറിയാമല്ലോ. നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ പോയെന്നോ ആരെയൊക്കെ കണ്ടെന്നോ മൂന്നാമതൊരാളും അറിയരുതെന്ന് പറഞ്ഞപ്പം ഏതായാലും ഞാൻ പറഞ്ഞിട്ട് ആരും അറിയാൻ പോകുന്നില്ല എന്ന് ഗോവർദ്ധൻ അന്നേരം ബാലേട്ടനോട് പറഞ്ഞു. വമ്പൻ പ്ലാനുമായിട്ടാണ് ബാലേട്ടൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് ഉറപ്പാണ്. പക്ഷേ എൻ്റെ സംശയങ്ങൾ എനിക്ക് ബാലേട്ടനോട് ചോദിക്കാമല്ലോ അല്ലേ? അത് തനിക്ക് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അലീന ബാലേട്ടൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ എന്ന് ഗോവർദ്ധൻ ബാലേട്ടനോട് ചോദിക്കുമ്പം ബാലേട്ടൻ ഒന്ന് ചിരിച്ചു. അങ്ങനെയാണ് പലരുടെയും വിചാരം എന്ന് ബാലേട്ടൻ പറയാം. പക്ഷേ അലീന പോകുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് നമ്മുടെ ബാലേട്ടൻ പറയാം. അതെങ്ങനെ ബാലേട്ടാ? എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എടോ, എൻ്റെ വീട്ടിലെ പത്തായത്തിൽ ഒരു വലിയ കുടം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. കുടോ? ആ കുടത്തിൽ ഒരു ഭൂതം ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ബാലേട്ടൻ പറയണു. അലീനയാണ് ആ കുടത്തിൻ്റെ അടപ്പ്. ആ അടപ്പ് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓഫ് കോഴ്സ് ഭൂതം പുറത്തിയാടും. പിന്നെ അലീന നോക്കിയാലും അതിനെ പിടിച്ചു കെട്ടാനൊന്നും പറ്റത്തില്ലടോ. അപ്പം അത് കേട്ടപ്പം അതെന്നാ ഭൂതമാന്നേ? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ബാലേട്ടാന്ന് ഗോവർദ്ധൻ പറഞ്ഞപ്പം ബാലേട്ടനൊന്ന് ആക്കിയൊന്ന് ചിരിച്ചു. അലീന അല്ലല്ലോ യഥാർത്ഥ പ്രശ്നം. അലീന പോകുന്നതോടുകൂടി പ്രശ്നങ്ങൾ തീരില്ലേ എന്ന് ഗോവർദ്ധൻ ചോദിച്ചപ്പോൾ അലീന അല്ലല്ലോ യഥാർത്ഥ പ്രശ്നമെന്ന് പറയാം. അങ്ങനെ കുടത്തിനകത്തിരിക്കുന്ന ഭൂതമല്ലേ യഥാർത്ഥ പ്രശ്നം എന്നും പറഞ്ഞ് നമ്മുടെ ബാലേട്ടൻ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ അതിനെപ്പറ്റി വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.